ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ എക്സിസ്റ്റി ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഫൈക്കോളജിയിലെ റോഡോഫൈറ്റ എന്ന ഡിവിഷനെ കുറിച്ചാണ്. ഇതിൽ ഉൾപ്പെടുന്ന റോഡോഫൈസി എന്ന ക്ലാസ്, അതായത് റെഡ് ആൽഗകളുടെ സൈലന്റ് ഫീച്ചേഴ്സും ലൈഫ് സൈക്കിളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. റോഡോഫൈസിലുള്ള ആളുകളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് റെഡ് ആൽഗെ. മോസ്റ്റ്ലി മറൈൻ, പലതും മറൈൻ ഫോംസ് ആണ്. Some of them are freshwater forms like Batrachospermum, Lemania, Thoria, Hilbenbandia. Hilbenbandia കാണപ്പെടുന്നത് കോൾഡ് ആൻഡ് ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ കോംസോപോഗൻ, ആസ്റ്ററോസിസ്റ്റി, ഇതൊക്കെ സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ഫ്രഷ് വാട്ടർ ഫോംസ് കാണപ്പെടുന്ന റെഡ് ആൽഗകളാണ്. സം ഓഫ് ദം ആർ പാരസൈറ്റിക് ഫോംസ്, ചിലത് പാരസൈറ്റിക് ഫോംസ് ആണ്. കോറിയോകോലാക്സ് പോളിസിഫോണിയ, ലീച്ചില്ല ഫെസിഫിക്ക, ജാൻസിസ്കിയ സ്പീഷീസുകൾ, ഹാർവിയല്ല മിറാബിലിസ്, സെറാറ്റോകോലാക്സ്, സെറാമിയം, ജെലിഡിയോകോലാക്സ്, ടെറോക്ലാഡിയോഫില തുടങ്ങിയ സ്പീഷീസുകളെല്ലാം പാരസൈറ്റിക് ഫോംസ് ആണ്. സം ഓഫ് ദം ആർ എപ്പിഫൈറ്റിക്. എപ്പിഫൈറ്റിക് സ്പീഷീസ് കോറിയോകോലാക്സ്, അക്രോകീറ്റിയം, റോഡോകോട്ടോൺ തുടങ്ങിയതെല്ലാം എപ്പിഫൈറ്റിക് ഫോമാണ്. അതുപോലെ എൻഡോഫൈറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്. കൊലാക്കോനിമ തുടങ്ങിയ സ്പീഷീസുകളെല്ലാം എൻഡോഫൈറ്റിക് ആണ്. ഫ്ലജല്ല അല്ലെങ്കിൽ മോട്ടൈൽ ഫോംസ് ആബ്സെന്റ് ഇൻ ഇറ്റ്, അതായത് ഈ ഗ്രൂപ്പിൽ റെഡ് ആൽഗകളിൽ ഫ്ലജല്ല ഉള്ളവരോ അല്ലെങ്കിൽ മോട്ടൈൽ ഫോംസുകൾ ആബ്സെന്റ് ആണ്. പിഗ്മെന്റ്സുകൾ റെഡ് പിഗ്മെന്റ് കാരണമായ ആർ ഫൈക്കോറിത്തിൻ, ആർ ഫൈക്കോസയാനിൻ തുടങ്ങിയ ഫൈക്കോബിലിൻസ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ക്ലോറോഫിൽ എയും ഡിയും ടെട്രാസാന്തിൻ പോലുള്ള സാന്തോഫിലുകളും കാണപ്പെടുന്നു. മറൈൻ ഫോംസ് ഒരു ബ്രൈറ്റ് പിങ്ക് കളറിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അതിന് കാരണം ആർ ഫൈക്കോ സയാനിനും ആർ ഫൈക്കോ എർത്തിനും തുടങ്ങിയ പിഗ്മെന്റ്സ് ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെടുന്നതുകൊണ്ടാണ്. ഫൈക്കോ ബിലിയോസോംസ് ഗ്രാനുൾസ് ലൊക്കേറ്റഡ് ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദി ഈച്ച് ലാമല്. ക്ലോറോപ്ലാസ്റ്റിൽ ഓരോ ലാമലയുടെയും പുറംഭാഗത്തായിട്ട്, ലാമലയ്ക്ക് സൈഡിലായിട്ട് ഫൈക്കോ ബിലിയോസോംസ് പോലുള്ള ഗ്രാനുൾസ് കാണപ്പെടുന്നു. താലസ് യൂണി ആക്സിയൽ ഓർ മൾട്ടി ആക്സിയൽ, യൂണി ആക്സിയൽ ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടി ആക്സിയൽ ആയിട്ടോ ആണ് കാണപ്പെടുന്നത്. എന്താണ് യൂണി ആക്സിയൽ താലസ് നോക്കാം. ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സ്യൂഡോ പാരൻകൈമസ് ആൽഗൽ സ്ട്രക്ചർ ഫൗണ്ട് ബൈ ദ ബ്രാഞ്ചിങ് ആൻഡ് ഇന്റർവീവിംഗ് ഓഫ് എ സിംഗിൾ ഓർ സെൻട്രൽ എപ്പിക്കൽ ഫിലമെന്റ്. ഒരു സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫിലമെന്റിന്റെ ബ്രാഞ്ചിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്യൂഡോ പാരൻകൈമൽ സ്ട്രക്ചറുള്ള താലസുകളാണ് യൂണി ആക്സിയൽ താലസുകൾ എന്നറിയപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻ ആക്സിസ് ആൻഡ് ലാറ്ററൽ ബ്രാഞ്ചസ്. ഇതിൽ സാധാരണ ഒരു മെയിൻ ആക്സിസും പിന്നീട് അതിൽ നിന്ന് സൈഡിലോട്ട് ബ്രാഞ്ചസുകളും കാണപ്പെടുന്നുണ്ട്. അതാണ് യൂണി ആക്സിയൽ ടൈപ്പ്. കോമൺ ആയിട്ട് കാണുന്ന റെഡ് ആളുകളാണ് ബെട്രാക്കോസ്പെർമം. അതുപോലെ ചില ബ്രൗൺ ആളുകളിലും ഇങ്ങനെ ഒരു ഫീച്ചർ കാണപ്പെടുന്നുണ്ട്. എ മൾട്ടി ആക്സിയൽ താലസ് ഇസ് എ കോംപ്ലക്സ് ആൽഗൽ ഗ്രോത്ത് ഫോം കോമൺ ഇൻ റെഡ് ആൽഗെ ലൈക്ക് പോളിസിഫോണിയ, ക്യാരക്ടറൈസ്ഡ് ബൈ മൾട്ടിപ്പിൾ ക്ലോസ്ലി പാക്ഡ് ഫിലമെന്റ്സ് ഗ്രോയിങ് ടുഗദർ. അതായത് കുറെ ഫിലമെന്റുകൾ ചേർന്ന് പാക്ക് ചെയ്ത്, ചിലപ്പോൾ പാരലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ പാക്ക് ചെയ്ത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന താലസുകളുണ്ട്. അതാണ് മൾട്ടി ആക്സിയൽ താലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ പോളിസിഫോണിയ. ബ്രാഞ്ചിങ് മോണോപോഡിയൽ ടൈപ്പ് ആണ്. അത് ഒരു സൈഡിലോട്ടുള്ള ബ്രാഞ്ചിങ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. പൈർനോട്സ് ചില സ്പീഷീസിൽ പ്രസന്റ് ആണ്. ഫുഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, അമൈലോപെക്റ്റിൻ ഗ്ലൈക്കോജന് സിമിലാരിറ്റി ഉള്ള ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് രൂപത്തിലാണ് റെഡ് ആളുകളിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. റെഡ് ആളുകളുടെ റീപ്രൊഡക്ഷൻ, വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ ഓർ ഫിഷൻ. ഫ്രാഗ്മെന്റേഷൻ വഴിയോ ഫിഷൻ വഴിയോ വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ കാണിക്കുന്നു. അസെക്ഷണൽ റീപ്രൊഡക്ഷൻ ഒക്കേസ് പ്രൈമർലി ത്രൂ ദ പ്രൊഡക്ഷൻ ഓഫ് നോൺ മോട്ടൈൽ യൂണിസെല്ലുലാർ സ്പോർ. ഇവിടെ നോൺ മോട്ടൈൽ സ്പോർ ആണെന്ന് പറഞ്ഞു, കാരണം ഫ്ലജല്ല ആബ്സെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നോൺ മോട്ടൈൽ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള സ്പോറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും സാധാരണ അസെക്ഷൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മോണോസ്പോറുകളോ അല്ലെങ്കിൽ ടെട്രാസ്പോറുകളോ അല്ലെങ്കിൽ ബൈസ്പോറുകളോ ആകാം. അത് ഓരോന്നും വാട്ടർ കറൻസിനനുസരിച്ചായിരിക്കും ഡിസ്പേഴ്സ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത്. ചില കേസിൽ ന്യൂട്രൽ സ്പോറുകളും ഫോം ചെയ്തിട്ടുണ്ട്. അതായത് പോർഫൈറ, ബാങ്കിയ തുടങ്ങിയ സ്പീഷീസിലെ ന്യൂട്രൽ സ്പോറുകൾ, വെജിറ്റേറ്റീവ് സെല്ലുകൾ ഡയറക്റ്റ് സ്പോറായിട്ട് മാറുന്നത് ഞാൻ ന്യൂട്രൽ സ്പോർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്പോറുകൾ പോർഫൈറയിലും ബാങ്കിയിലും നമുക്ക് കാണാൻ കഴിയും. സെക്ഷൽ ഡിപ്രഷൻ ബൈ മീൻസ് ഓഫ് ഊഗമി. ഓർക്കുക, സെക്ഷൽ ഡിപ്രഷൻ ഊഗമിയിലായിരിക്കും കാണപ്പെടുന്നത്. ഹിയർ ഗ്യാമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ. മെയിൽ ഗ്യാമീറ്റ് നോൺ മോട്ടൈൽ ആണ്. അത്തരം ഗ്യാമീറ്റുകളെ സ്പെർമാറ്റിയ എന്നാണ് അറിയപ്പെടുന്നത്.
ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേര് കാർപ്പഗോണിയം. കാർപ്പഗോണിയം എന്ന പ്രത്യേകത ഫീമെയിൽ സെക്സ് ഓർഗനിലാണ് ഫീമെയിൽ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് പ്രോകാർപ്പ് അല്ലെങ്കിൽ കാർപ്പഗോണിയൽ ഫിലമെന്റിലാണ് ഈ കാർപ്പഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ കാർപ്പഗോണിയം കൺസിസ്റ്റ് ഓഫ് ടെർമിനൽ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കാൾഡ് ആസ് ട്രൈക്കോഗൈനി. ഇവിടെ കാർപ്പഗോണിയം സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ മുള്ളുകൾ പോലെ ഹെയർ പോലുള്ള ഔട്ട്ഗ്രോത്ത് കാണാറുണ്ട്. ഇതിനെ ട്രൈക്കോഗൈനി എന്നാണ് അറിയപ്പെടുന്നത്. സൈഗോട്ട് ഡെവലപ്സ് ഇൻറ്റു ഷോർട്ട് ഹാപ്ലോയിഡ് ഫിലമെന്റ്സ് കാൾഡ് ഗോണിമോബ്ലാസ്റ്റ്. ഇവിടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാവുന്ന ചെറിയ ഹാപ്ലോയിഡ് ഫിലമെന്റുകളെ ഗോണിമോബ്ലാസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടെർമിനൽ സെൽ ഓഫ് ഗോണിമോബ്ലാസ്റ്റ് മെച്ചേഴ്സ് ഇൻറ്റു കാർപ്പഗോണിയ ഈച്ച് കണ്ടെയ്നിങ് കാർപ്പോസ്പോർ. ഇവിടെ സൈഗോട്ടിൽ ഡെവലപ്പ് ചെയ്തുണ്ടാവുന്ന ഷോർട്ട് ഫിലമെന്റുകളെ നമ്മൾ ഗോണിമോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. ഇതിന്റെ ടെർമിനൽ ഭാഗത്തുള്ള സെല്ലുകൾ മെച്ചുർ ചെയ്തിട്ടാണ് കാർപ്പഗോണിയം ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ കാർപ്പഗോണിയത്തിനകത്ത് കാർപ്പോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നു. കാർപ്പോസ്പോർസ് ജെർമിനേറ്റ്സ് ഡയറക്ട്ലി ഇൻറ്റു ന്യൂ പ്ലാന്റ്സ്. ഇവിടെ കാർപ്പോസ്പോറുകളായിരിക്കും. അതായത് ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് കാർപ്പോസ്പോർസ് ഉണ്ടാകുന്നത്. ഈ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന കാർപ്പോസ്പോറുകൾ കാർപ്പോസ്പോറാഞ്ചത്ത് ഡെവലപ്പ് ചെയ്യുന്നു. അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാർപ്പഗോണിയം, ഗോണിമോബ്ലാസ്റ്റ്, കാർപ്പോസ്പോറാഞ്ച ടുഗദർ called as or entire structure called as സിസ്റ്റോകാർ. കാർപ്പഗോണിയത്തിനെയും ഗോണിമോബ്ലാസ്റ്റിനെയും കാർപ്പോസ്പോറാഞ്ച ചേർത്ത് വിളിക്കുന്ന പേരാണ് സിസ്റ്റോകാർ. ക്ലാസിഫിക്കേഷൻ ഓഫ് റെഡ് ആൽഗെ. ഫ്രിച്ചിന്റെ ക്ലാസിഫിക്കേഷൻ ബേസിലാണെങ്കിൽ റെഡ് ആൽഗകളെ 2 സബ് ക്ലാസുകളായിട്ട് 6 ഓർഡറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ബാങ്കിയോഡിയെ അതുപോലെ ഫ്ലോറിഡിയെ തുടങ്ങിയ 2 സബ് ക്ലാസ്സിൽ 6 ഓർഡറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ ചാപ്മാൻ തുടങ്ങിയ സയന്റിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ 7 ഓർഡറുകളാക്കി തിരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് 2 സബ് ക്ലാസ് തന്നെയാണ്. ബാങ്കിയോ ഫൈസിഡിയെ, ഫ്ലോറിഡിയോ ഫൈസിഡിയെ തുടങ്ങിയ 2 സബ് ക്ലാസ്സിലായിട്ട് 7 ഓർഡറുകളാക്കിയാണ് ചാപ്മാൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റെഡ് ആൽഗകളിൽ കാണപ്പെടുന്ന ഒരു യുണീക് ലൈഫ് സൈക്കിൾ ആണ് കോംപ്ലക്സ് ട്രൈഫേസിക് ലൈഫ് സൈക്കിൾ. റെഡ് ആൽഗകളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ലൈഫ് സൈക്കിൾ ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രൈഫേസിക് ലൈഫ് സൈക്കിൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കാണുക. ഇതിന്റെ പ്രത്യേകത ട്രൈഫേസിക് എന്ന് പറയുന്ന കാര്യം 3 ജനറേഷനാണ് കാണാൻ കഴിയുന്നത്. ഒരു ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജും ഡിപ്ലോയിഡ് കാർപ്പോസ്പോറോഫൈറ്റ് സ്റ്റേജും പിന്നെ ഒരു ഡിപ്ലോയിഡ് ടെട്രാസ്പോറോഫൈറ്റ്, ഇങ്ങനെ 3 ഡിസ്റ്റിങ് സ്റ്റേജുകൾ കാണപ്പെടുന്നതാണ് ട്രൈഫേസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഓരോ സ്പീഷീസിന്റെയും ചില ഇമ്പോർട്ടന്റ് പോയിന്റുകൾ നമുക്ക് നോക്കാം. നിമാലിയോൺ എന്ന സ്പീഷീസിന്റെ പ്രത്യേകത ഡൈഫേസിക് ആണ്, ട്രൈഫേസിക് അല്ല. ഡൈഫേസിക് ഹാപ്ലോ ബയോണ്ടിക് ആണ്, അതായത് ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൈഫേസിക് ആണ്. ഇവിടെ ഡൈഫേസിക്കിന്റെ കാര്യം ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഒക്കെ ഈക്വൽ ആയിട്ട് കാണപ്പെടുന്നു. ഇവിടെ ഡിപ്ലോയിഡ് സ്റ്റേജ് വളരെ കുറവാണ്, കൂടുതൽ ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. 2 ഫേസിലായിട്ടാണ് കാണപ്പെടുന്നത്. ബെട്രാക്കോസ്പോർ, ഫ്രഷ് പാർട്ടിൽ കാണുന്ന ബെട്രാക്കോസ്പോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര് തന്നെ ഫ്രോഗ് സ്പാൻ എന്നാണ്. ഇവരുടെ താലസിന്റെ പ്രത്യേകത സൈഡിലോട്ടുള്ള ഫിലമെന്റുകൾ ഒരു ഗ്ലോബുലാർ സ്ട്രക്ചറിൽ, ഒരു സ്പെറിക്കൽ ക്ലസ്റ്റർ ലൈഫ് സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. അത്തരം ക്ലസ്റ്റർ ഓഫ് ലാറ്ററൽസിന് അറിയപ്പെടുന്ന പേരാണ് ഗ്ലോമറിലെ. ഇപ്പൊ ഗ്ലോമറിൽ എന്നൊരു സ്പെറിക്കൽ സ്ട്രക്ചറിലോട്ടായിരിക്കും അതിന്റെ സൈഡിലോട്ട് അതിന്റെ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർക്കും ട്രൈഫേസിക് ഹാപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. അത് ഹാപ്ലോ ബയോണ്ടിക് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. എല്ലാ സ്റ്റേജും ഹാപ്ലോന്റെ സ്റ്റേജ് ആയിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അതുപോലെ ഒരു എക്സ്ട്രാ സ്റ്റേജ് ഇവിടെ കാണപ്പെടുന്നത് കാൻട്രാൻസിയ സ്റ്റേജ് എന്ന് പറയും. കാൻട്രാൻസിയ സ്റ്റേജ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈഫ് സൈക്കിള് മറ്റൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കാണുക. പോളിസിഫോണിയ എന്ന ആൽഗയുടെ പ്രത്യേകത ട്രൈഫേസിക് ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഈ ട്രൈഫേസിക് ഹാപ്ലോ ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. അതായത് ഇതിനകത്ത് 3 ഡിസ്റ്റിങ് ഫേസ് ഉണ്ട്. അതായത് ഒരു ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റും ഒരു ഡിപ്ലോയിഡ് കാർപ്പോസ്പോറോഫൈറ്റും അത് പാരസൈറ്റ് ആയിരിക്കും. അത് പാരസൈറ്റ് ആയിട്ട് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റില് പാരസൈറ്റിക് മോഡലാണ് അത് വളരുന്നത്. അതുപോലെ ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് ടെട്രാസ്പോറോഫൈറ്റ് സ്റ്റേജും കാണാൻ കഴിയും. അതുകൊണ്ട് ട്രൈഫേസിക് ഡിപ്ലോ ബയോണ്ടിക് സ്റ്റേജ് ആണ് പോളിസിഫോണിൽ കാണപ്പെടുന്നത്. പോർഫൈറ, കോമൺലി കാൾഡ് ആസ് നോറി അല്ലെങ്കിൽ ലോവർ അല്ലെങ്കിൽ ജിം എന്ന ഓരോ നാടുകളിലും അറിയപ്പെടുന്ന പേരിൽ വ്യത്യാസമുണ്ട്. പോർഫൈറ ഒരു അൽവ ലൈക്ക് സ്ട്രക്ചറിലുള്ള ആൽഗയാണ് പോർഫൈറ എന്ന് പറയുന്നത്. റെഡ് ആൽഗയുടെ സാലിൻ ഫീച്ചേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ലൈഫ് സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആ ക്ലാസ്സുകൾ ഒന്ന് കാണുക. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ് റെഡ് ആൽഗ ഉള്ളത്. അതുപോലെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള
ഈവന്റിലാണ് കാണപ്പെടുന്നത്. മറ്റു ആളുകൾ വ്യത്യാസമായിട്ട് ഊകമയാണ് കാണിക്കുന്നത്. അതിന്റെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റുകളും പ്രത്യേക തരത്തിലാണ്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. നിങ്ങൾ കിട്ടുന്ന പോയിന്റുകൾ കളക്ട് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗ എന്ന ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.